മിഥുന് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. വിലാപയാത്രയായി മിഥുന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ സ്കൂളിലേക്ക് എത്തിച്ചേരുകയാണ്. വഴിയിൽ പലയിടത്തും ആദരാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് പേർ കാത്തുനിൽപ്പുണ്ട്. ഒപ്പം സ്കൂളിൽ കളക്ടർ എത്തിയിട്ടുണ്ട്, അധ്യാപകരുണ്ട്, അവൻ്റെ സഹപാഠികളുണ്ട്, ഉറ്റ സുഹൃത്തുക്കളുണ്ട്. അന്ത്യയാത്രാമൊഴി ചൊല്ലാനായി സുഹൃത്തുക്കളും അധ്യാപകരും ഉൾപ്പെടെ സ്കൂളിൽ കാത്തുനിൽപ്പുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം സ്കൂളിലേക്ക് എത്തിച്ചേരും. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാലയത്തിലേക്ക് മിഥുൻ ഏറ്റവും അവസാനമായി എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അവൻ കളിക്കുന്നതിനിടെ ചെരുപ്പെടുക്കാൻ സൈക്കിൾ ഷെഡിന് മുകളിലേക്ക് കയറുമ്പോൾ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് ദാരുണമായ മരണം സംഭവിച്ചത്. അല്പം മുൻപ് അമ്മ വിദേശത്ത് നിന്ന് എത്തിച്ചേർന്നു, നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്നു. അമ്മ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. ഉച്ചയോടെ അമ്മ വസതിയിലേക്ക് എത്തും. വൈകിട്ടാണ് സംസ്കാരം. അല്പസമയത്തിനകം സ്കൂളിൽ പൊതുദർശനം ആരംഭിക്കും. അതിനുശേഷം ഏതാണ്ട് 12 മണിയോടെ അവിടെ നിന്ന് മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. പിന്നീട് വസതിയിൽ വൈകിട്ട് 4 മണിക്ക് സംസ്കാരം. ഒട്ടേറെ പേർ അവനെ അവസാനമായി കാണാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. വിലാപയാത്ര സ്കൂളിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തുകയും ചെയ്യും. ആദരാഞ്ജലി അർപ്പിക്കാൻ പലയിടങ്ങളിലുമായി കാത്തു നിൽക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ്. പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ആ വിയോഗം എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്കൂളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്.